ശിവവൈഷ്ണവം ശിവവൈഷ്ണവം ശിവവൈഷ്ണവം. നമിക്കുന്ന ശിവവൈഷ്ണവം ശിവവൈഷ്ണവം. യുഗയുഗാന്തരത്തിൽ ഒന്നായി നമിക്കുന്ന ശിവവൈഷ്ണവം ശിവവൈഷ്ണവം. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമോ നാരായണായ നിത്യം. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമോ നാരായണായ നിത്യം. യുഗയുഗാന്തരത്തിൽ ഒന്നായി നമിക്കുന്ന ശിവവൈഷ്ണവം ശിവവൈഷ്ണവം. പ്രളയമായി തീർന്നതും ഓംകാരമൂർത്തിമൻ ഭാവമായി തീർന്നതും കാലാന്തരത്തിൻ പ്രളയമായി തീർന്നതും ഓംകാരമൂർത്തിമൻ ഭാവമായി തീർന്നതും ഭൃഗുവംശത്തിൻ പരിപനാം ശിവവൈഷ്ണവം. ഭൃഗുവംശത്തിൻ അധിപനാം രാമ നിന്നവതാരമോ ശിവവൈഷ്ണവം. യുഗയുഗാന്തരത്തിൽ ഒന്നായി നമിക്കുന്ന ശിവവൈഷ്ണവം ശിവവൈഷ്ണവം. ത്രേതാവിർഭാവം കലിയുഗ ശരണം ശിവവൈഷ്ണവം ശിവവൈഷ്ണവം. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമോ നാരായണായ നിത്യം. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമോ നാരായണായ നിത്യം. കേരളക്കരയിലെ ഒരു കൊച്ചു ഗ്രാമമായ ഒറ്റപ്പാലം പ്രദേശം വള്ളുവനാടിൻ്റെ സാംസ്കാരികതയും രൂപഭംഗിയും ഒത്തുചേർന്ന ഒരു പുണ്യഗ്രാമം. പൗരാണികതയിൽ നിറഞ്ഞു നിൽക്കുന്ന വള്ളുവനാടിനെ കുളിരണിയിച്ച് ഇരുകരയിലും പച്ചപ്പുതപ്പണിയിച്ച് പുൽനാമ്പുകൾക്കിടയിൽ മണലാരണ്യവതിയായി പരന്നൊഴുകുന്ന നിലാനദി. വശ്യസുന്ദരമായ നിലാനദിക്കഭിമുഖമായി അല്പം പടിഞ്ഞാറുമാറി ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒറ്റപ്പാലത്തിൻ്റെ കന്നിമൂല സ്ഥാനത്തായി, അതായത് തെക്ക് പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കങ്കോട് ദേശം, സൂര്യതേജസ്സിനെ എതിരേറ്റ് പടിഞ്ഞാറ് അസ്തമന സൂര്യനെ ദർശിച്ച് ലോകരക്ഷകനായ സർവശക്തനായ ശ്രീ മഹാവിഷ്ണുവും സംഹാരമൂർത്തിയായ ശ്രീ ലോകപരമേശ്വരനും ഒരുമിച്ച് ഒരേ ശ്രീകോവിലിൽ സ്വയംഭൂവായി നിലകൊള്ളുന്ന ശ്രീ രണ്ടുമൂർത്തി ക്ഷേത്രം.
പഴമയിൽ തിരിതെളിഞ്ഞ ഈ ക്ഷേത്രം ഇന്ന് പുതുമയിൽ കേരളത്തിലെ മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നായി അത്യുഗ്ര ജ്വാലയായി നിറഞ്ഞു നിൽക്കുന്നു. നമഃശിവായ. ശിവായ. ഓം നമോ നാരായണായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തം ശിവമാർഗപ്രണേതാസ്മി സദാശിവം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശിവനും വിഷ്ണുവും ഒരേ ഗർഭഗൃഹത്തിൽ നിലകൊള്ളുന്ന ശ്രീ രണ്ടുമൂർത്തി ക്ഷേത്രം ത്രേതായുഗത്തിൽ ഭൃഗുവംശജനായ ഭാർഗവരാമന്റെ കാലത്ത് പണി തീർത്തതാവാം എന്ന് പറയപ്പെടുന്നു. യുഗാന്തരങ്ങളായി നശിച്ചും കാടുപിടിച്ചും ചുറ്റിലും വെള്ളത്താലും കിടന്നിരുന്നെങ്കിലും ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പാണത്രേ കാടുപിടിച്ച് കിടന്നിരുന്ന ഈ പ്രദേശത്ത് വിറകു ശേഖരിക്കാൻ പോയ ചക്കിയും ചാത്തനും എന്ന ദമ്പതിമാരുടെ മുമ്പിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു തേജോരൂപം പ്രത്യക്ഷപ്പെട്ടത്. ഇത് കണ്ട് ഭയപാരവശ്യത്തോടെ ദമ്പതിമാർ 2 ദിക്കിലേക്ക് ഓടിയത്രേ. ഒരാൾ വടക്കോട്ടും ഒരാൾ തെക്കോട്ടും ഓടിയെന്നും ഭയന്നോടിയ ചക്കി ഒരു കുളത്തിൽ ചാടിയെന്നും പറയപ്പെടുന്നു. അവരെ അനുസ്മരിപ്പിക്കുന്ന ചാത്തൻ പറമ്പും ചക്കിക്കുളവും ക്ഷേത്രത്തിൽ നിന്നും വളരെ ദൂരെയല്ലാതെ ഇന്നും നിലനിൽക്കുന്നു. ഈ സംഭവം കേട്ടറിഞ്ഞ് നാട്ടുകാർ ദേശപ്രമാണിയുടെ സാന്നിധ്യത്തിൽ കാട് വെട്ടിത്തെളിച്ചു. സ്വയംഭൂ രൂപത്തിലുള്ള 2 ലിംഗരൂപവും വടക്കുവശത്തായി ഒരു കിണറും കാണുവാനിടയായി. ദേവപ്രശ്നത്തിൽ ഇവ ശിവന്റെയും വിഷ്ണുവിൻ്റെയും സാന്നിധ്യമാണെന്നറിഞ്ഞ് ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്തു. ഒറ്റ ശ്രീകോവിലാണ് ഈ മഹാക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലൊന്ന്. സ്വയംഭൂ രൂപത്തിൽ പടിഞ്ഞാറുമുഖമായി ഒരു ശ്രീകോവിലിൽ ഒരേ ഗർഭഗൃഹത്തിൽ തെക്കുഭാഗത്തു ശിവനും വടക്കുഭാഗത്തു വിഷ്ണുവും ഒരുമിച്ചു നിലകൊള്ളുന്നു. ശ്രീകോവിലിന്റെ വടക്കുഭാഗത്തു സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രക്കിണറിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് പറയപ്പെടുന്നു. കിണറിനടിയിൽ തെക്കുഭാഗത്തേക്കൊരു ഗുഹ കാണുന്നതായും ഗർഭഗൃഹവും ഈ കിണറുമായി അജ്ഞാതമായ എന്തോ ചില ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു. അഷ്ടബന്ധ കലശ സമയത്ത് നാളശോധന ചെയ്യാൻ പീഠങ്ങൾ എടുത്തുമാറ്റിയെങ്കിലും ബിംബങ്ങൾ ഇളക്കാൻ സാധിച്ചില്ല. കിണറിലേക്കാണത്രേ ബിംബങ്ങളുടെ അടിഭാഗം നീണ്ടു നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ ഈ കിണറിലെ വെള്ളം വറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഉപനയനം കഴിയാത്ത ബ്രാഹ്മണ ബാലന്മാർ പോലും ഇതിൽ നിന്നും വെള്ളമെടുക്കാറില്ല. നവകം, പഞ്ചഗവ്യം തുടങ്ങിയ അഭിഷേകം ചെയ്യുമ്പോഴും എണ്ണ, നെയ്യ് എന്നിവ ആടിക്കുമ്പോഴും അതിൻ്റെ ഒരംശം ഈ കിണറിലെ വെള്ളത്തിൽ കാണാറുള്ളതായി പറയപ്പെടുന്നു. അതുകൊണ്ടാവാം ഈ കിണറിലെ ജലം തെളിഞ്ഞതും സാധൂര സാനുസിദ്ധവുമാണ് എന്ന് വിശേഷിപ്പിച്ചത്. തിരുമുറ്റത്തിൻ്റെ നിര്യതി കോണിൽ വിഘ്നേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നാമം ജപിച്ച് ഏത്തം വിട്ട് വിഘ്നേശ്വരനെ വണങ്ങി വേണം പ്രദക്ഷിണം വയ്ക്കാൻ. ശിവന് 3 പ്രദക്ഷിണവും വിഷ്ണുവിന് 4 പ്രദക്ഷിണവുമാണ് വിധി. ശ്രീ രണ്ടുമൂർത്തിക്ക് 4 പ്രദക്ഷിണമാണ് അനിവാര്യം. ഇവിടെ ശ്രീ പാർവതി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു.
ഇവിടെ വിളക്ക്, മാല, മഞ്ഞൾ അഭിഷേകം, നിവേദ്യം എന്നീ വഴിപാടുകളാണ് പ്രധാനം. തിരുമുറ്റത്തിൻ്റെ തെക്കുഭാഗത്ത് ഗണപതിക്ക് മുൻഭാഗത്തായി ശിവന്റെ മാതൃക്കൾക്ക് മാതൃശാല നിലകൊള്ളുന്നു. മാതൃശാലയിൽ വിഗ്രഹരൂപത്തിൽ ബ്രാഹ്മ്യാദികളായ മാതൃക്കളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരേ ഗർഭഗൃഹത്തിൽ സ്വയംഭൂരൂപികളായി ശിവനെയും വിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം കേരളത്തിൽ വേറെ ഇല്ല എന്ന് പറയപ്പെടുന്നു. രണ്ട് മൂർത്തികളിൽ വ്യത്യസ്തതയില്ല എന്നതുപോലെ അവരെ പൂജിക്കുന്ന തിരുമേനിമാർക്കും തുല്യ അവകാശം തന്നെയുണ്ട്. മേൽശാന്തിക്കാരനെന്നോ കീഴ്ശാന്തിക്കാരനെന്നോ എന്നുള്ള വ്യത്യസ്തത ഇവരിലില്ല. എങ്കിലും രണ്ടാൾ പൂജിക്കേണ്ട അവസരമുണ്ടാകുമ്പോൾ ശിവന് ഉദയാസ്തമന പൂജ പ്രായമേറിയ ആളാണ് നടത്താറുള്ളത്. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ബലിക്കല്ലും സപ്തമാതൃക്കല്ലും ചവിട്ടാതെ വേണം പ്രദക്ഷിണം വയ്ക്കാൻ. ശിവക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്ത് ഓവ് മുറിച്ച് കടക്കാൻ പാടുള്ളതല്ല. ഗംഗാദേവി സങ്കല്പമായതുകൊണ്ട് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ഓവിനടുത്തു വന്ന് താഴികക്കൂടം നോക്കി തൊഴുത് ബലിക്കല്ലുകൾക്ക് അകത്തുകൂടി അപ്രദക്ഷിണമായി ഓവുചാലിനടുത്തെത്തിയാൽ ഒരു പ്രദക്ഷിണമായി. ശ്രീകോവിലിന് മുന്നിലായി വളരെ വിശാലവും അത്യപൂർവവുമായ കൊത്തുപണികളുള്ള കാലുകളോട് കൂടിയാണ് മുഖമണ്ഡപം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ കൊത്തുപണികളോടുകൂടിയ ഓരോ കാലുകളും ഒറ്റത്തടിയിൽ തീർത്തതായും പറയപ്പെടുന്നു. കൊത്തുപണികളാൽ അലങ്കൃതമായ മുഖമണ്ഡപത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടത്രേ. നാലമ്പലത്തിനു പുറത്ത് ശ്രീകോവിലിന് അഭിമുഖമായി ശ്രീ പരമേശ്വരന്റെ വാഹനമായ നന്ദികേശൻ ഭഗവാനെ ദർശിച്ചു കിടക്കുന്നു. അതിൻ്റെ പിന്നിലായി വലിയ ബലിക്കല്ല്. ഇനി പ്രദക്ഷിണ വഴിയിലൂടെ. ക്ഷേത്രത്തിൽ ഭഗവത് ദർശനത്തിൻ്റെ തുല്യ പങ്ക് തന്നെയാണ് പ്രദക്ഷിണ രീതിയിലും. പ്രദക്ഷിണ വഴിയിലൂടെ കൈകൾ ഇളക്കാതെ അടിവച്ചടിവച്ച് ദേവന്റെ നാമം ജപിച്ച് രൂപം മനസ്സിൽ ചിന്തിച്ച് പ്രദക്ഷിണം വയ്ക്കണം. അതാണ് യഥാർത്ഥ പ്രദക്ഷിണ രീതി. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായി വിവാഹമണ്ഡപം. ശ്രീകോവിലിന് പുറത്ത് കിഴക്കേ ചുവരിൽ ശ്രീപാർവതിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ശ്രീപാർവതിയുടെ ചൈതന്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്ത് ദേവിക്കഭിമുഖമായി വിവാഹമണ്ഡപം പണിതീർത്തത്. മതിലിനകത്ത് ചുറ്റമ്പലത്തിനടുത്ത് അഗ്നികോണിലായി മറ്റൊരു വിഷ്ണു ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു. അവിടെ ഒന്ന് ദർശിക്കാം.
ഇവിടെ ശ്രീകൃഷ്ണനാണ് കുടികൊള്ളുന്നത്. ഇടതുഭാഗത്തായി ഗണപതിയും. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിനോട് ബന്ധമുള്ള ഒരു ബ്രാഹ്മണ കുടുംബം നിളാനദിക്കു മറുകരെ ആരാധിച്ചു വന്നിരുന്ന ഈ പ്രതിഷ്ഠ ഒരവസരത്തിൽ രണ്ട് മൂർത്തിയുടെ അടുത്തായി കൊണ്ടുവന്ന് കുടിയിരുത്തിയതായി പറയപ്പെടുന്നു. വാദ്യമേള ആഘോഷങ്ങളോടെ ആനപ്പുറത്താണത്രേ ഭഗവാനെ എഴുന്നള്ളിച്ച് ഈ ദേശത്തെത്തിയതും പ്രതിഷ്ഠിച്ച് ഈ ക്ഷേത്രം പണിതീർത്തതും. അഷ്ടമി രോഹിണി ദിവസം പ്രധാനമായി ആരാധിച്ചു വരുന്നു. വിഷ്ണുവിൻ്റെ വിഗ്രഹം അതിമനോഹരവും തേജസ്സുറ്റതുമാണ്. ചുറ്റമ്പലത്തിൻ്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂതത്താന്തറ ശ്രീ രണ്ടുമൂർത്തി ക്ഷേത്രത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ്. ഭൂതത്താന്തറ എന്നാണ് പഴമൊഴി. ഇതിൻ്റെ ഐതിഹ്യം ഇങ്ങനെ. ക്ഷേത്രത്തിൽ നിന്നും സുമാർ 1.5 കിലോമീറ്റർ ദൂരത്തുള്ള തന്ത്രിഗൃഹത്തിൽ കാഴ്ചശക്തി കുറഞ്ഞ ഒരു വൃദ്ധനും അദ്ദേഹത്തിൻ്റെ പേരക്കിടാങ്ങളായി ഒരു ഉണ്ണി നമ്പൂതിരിയും ഒരു പെൺകിടാവും മാത്രമായി. ഉണ്ണി നമ്പൂതിരി താന്ത്രിക കർമ്മങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പാണിക്കൊട്ടുന്ന മാരാരും തന്ത്രിയും എന്തോ കാരണവശാൽ സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. തന്ത്രിയെ കൊടുക്കാൻ അയാൾ ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു. ബലി തൂവുന്നതിനിടയിൽ മാരാർ വലിയ പാണി കൊട്ടി. ബലി സ്വീകരിക്കുന്ന ഭൂതഗണങ്ങളെ ആഹ്വാനം ചെയ്യലാണല്ലോ പാണി. വലിയ പാണി കൊട്ടിയാൽ അതനുസരിച്ച് തൂവണമെന്ന് പാവം ഉണ്ണി നമ്പൂതിരി മനസ്സിലാക്കിയിരുന്നില്ല. ഉഗ്രരൂപികളായ ഭൂതഗണങ്ങൾ ഉണ്ണി നമ്പൂതിരിയുടെ മുമ്പിൽ ഗുഹാസദൃശമായ വായും പിളർന്നു നിൽപ്പായി. ഉണ്ണി നമ്പൂതിരി അവിചാരിതവും അത്ഭുതപൂർവവും ഭയങ്കരവുമായ ആ ദൃശ്യം കണ്ടു ഭയപ്പെട്ടു എന്ന് പറയേണ്ടതില്ലല്ലോ. വൃദ്ധനായ തന്ത്രി മുത്തച്ഛൻ വലിയ പാണിക്കൊട്ടിയെ ശബ്ദം കേൾക്കുകയും അപകടം മനസ്സിലാക്കി പെൺകിടാവിൻ്റെ കയ്യും പിടിച്ച് അമ്പലത്തിലെത്തുകയും ചെയ്തപ്പോൾ അതിഭീകരമായ അവസ്ഥയാണെന്നറിഞ്ഞു. ഉടനെ വിരൽ മുറിച്ച് രക്തം വീഴ്ത്തി ക്ഷേത്രം അശുദ്ധമാക്കി. ഭൂതഗണങ്ങൾ അപ്രത്യക്ഷമായ ഈ സ്ഥാനത്താണ് ഭൂതത്താന്തറ. ഭൂതഗണങ്ങളുടെ ആവാസം തെക്ക് ഭാഗത്തായതിനാൽ അവരുടെ സഞ്ചാരപഥത്തിന് വിഘ്നങ്ങൾ വരാതിരിക്കാനാണത്രേ അവിടം മതിലടച്ചു കെട്ടാതെ പ്രവേശന വഴി വിട്ടിരിക്കുന്നത്. ഭൂതത്താന്തറയ്ക്കടിയിലെ ചെറിയ പ്രവേശനദ്വാരത്തിൽ നിന്ന് ഒരു നുള്ളു മണ്ണെടുത്തു തിന്നാൽ മണ്ണ് തിന്നുന്ന സ്വഭാവമുള്ള കുട്ടികൾ പിന്നീടത് ആവർത്തിക്കില്ല എന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ നിലകൊള്ളുന്ന ആലിൻ ചുവട്ടിലാണ് അയ്യപ്പൻ്റെ ആവാസം. ഇവിടുത്തെ പ്രധാനമായ ഒരു സവിശേഷതയാണ് ആലും അയ്യപ്പനും. ചെറിയ ഒരു തറകെട്ടി അതിനു ചുറ്റിലും മേൽക്കൂരയില്ലാതെ ചുമരു പണിത് അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച അയ്യപ്പനാണത്രേ ഇത് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഇത് ആലിൻ്റെ ഉള്ളിലെ അയ്യപ്പൻ എന്ന് വിശേഷിപ്പിക്കുക തന്നെ വേണം. അതിൻ്റെ പിൻവശത്തായി ആദ്യം വളർന്ന അരയാൽ മുറിച്ചു മാറ്റിയെങ്കിലും പിന്നീട് യഥാസ്ഥാനത്ത് പേരാൽ വളർന്നു എന്നും പറയപ്പെടുന്നു. വെറും ആലെന്ന് വിശേഷിപ്പിച്ചാൽ മതിയാവില്ല. അതിൻ്റെ രൂപം ഊഹിക്കാൻ പോലും പറ്റാത്ത വിധം അസാധാരണമാണ്. 16 കോലിലധികം ചുറ്റളവുള്ള അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ മുഴുവനും ആലിൻ്റെ വേരുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അയ്യപ്പൻ ഒരു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നത് പോലെയാണ്. ഭിത്തിയുടെ ഒരു കല്ല് പോലും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരൊറ്റ കല്ല് പോലും അടർന്നു വീണിട്ടുമില്ല. ആലിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് പ്രവേശന ദ്വാരവും വലുതായി കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്ന് തോന്നുന്ന ആലിന് 6 പതിറ്റാണ്ടു കാലത്തിലധികം പഴക്കമില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മണ്ഡലകാലത്ത് മകരം 1 മകരവിളക്ക് പ്രധാനമായി ആഘോഷിക്കാറുണ്ട്. അയ്യപ്പൻ്റെ അടുത്ത് ചുറ്റമ്പലത്തിന് മുൻഭാഗത്ത് ഇടതുമാറി നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശിവന്റെ ഭൂതഗണങ്ങളെപ്പോലെ നാഗങ്ങൾക്കും തുല്യ പ്രാധാന്യം തന്നെയുണ്ട്. പാലും പഴവും മഞ്ഞ നീരാട്ട്, വെള്ളരി എന്നിവ പ്രധാന വഴിപാടായി നടത്താറുണ്ട്.
ഭക്തന്മാരുടെ ബാധോപദ്രവങ്ങൾക്ക് ചോറ്റാനിക്കരയിലും അതു കഴിഞ്ഞാൽ തൃക്കങ്ങോട് ശ്രീ രണ്ടുമൂർത്തി ക്ഷേത്രവുമാണ് പ്രധാനം. ഭക്തന്മാരുടെ രോഗത്തിന്റെ കാഠിന്യമനുസരിച്ച് 7, 14, 21, 41 ദിവസങ്ങൾ ശ്രീ രണ്ടുമൂർത്തി സന്നിധിയിൽ ഭജനമിരിക്കുന്നത് ഉത്തമ പരിഹാരമായി കണക്കാക്കുന്നു. ദേവന്മാർക്ക് ആടിയ നെയ്യ് സേവിക്കുക, ആടിയ എണ്ണ തേച്ച് കുളിക്കുക, നിവേദിച്ച അന്നം മാത്രം ഭക്ഷിക്കുക, ഇതാണ് ഭജനത്തിന്റെ സ്വഭാവം. ഭജനാവസാനത്തിൽ ബാധ ഇളകി സത്യം ചെയ്യാറുണ്ടത്രേ. പിന്നീട് ഈ രോഗം ഉണ്ടാവാറില്ല എന്നതാണ് സത്യം. പഴയകാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ഊരാളന്മാർ പോഴത്തിൽമന, വരിക്കാശ്ശേരി എന്നറിയപ്പെടുന്ന വരിക്കുമാഞ്ചേരി, പരുത്തിപ്പുറ എന്നീ നമ്പൂതിരി കുടുംബങ്ങളാണ്. കവളപ്പാറ നായരുടെ നായകത്വമുള്ള നാടായതുകൊണ്ട് അദ്ദേഹത്തിനും ഊരാൺമയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പോഴത്തിൽമന വലിയ തിരുമേനി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണത്രേ ക്ഷേത്രം പരിരക്ഷിച്ചു വന്നിരുന്നത്. പട്ട, പുല്ല് എന്നിവ കൊണ്ട് മേഞ്ഞിരുന്ന ക്ഷേത്രം ഓടുമേഞ്ഞതായും പ്രദക്ഷിണ വഴി അവസാനഘട്ടം പണി പൂർത്തീകരിച്ചതും അദ്ദേഹത്തിൻ്റെ കാലത്താണത്രേ. 5 കൊല്ലം ക്ഷേത്രഭരണം ഏറ്റെടുത്തിരുന്ന ഊരാളന്മാരിൽ അവസാനഘട്ടം ക്ഷേത്രഭരണം നടത്തിയിരുന്നത് വരിക്കുമാഞ്ചേരി നമ്പൂതിരി കുടുംബക്കാരാണത്രേ. വരിക്കുമാഞ്ചേരി നമ്പൂതിരിപ്പാട് ഭരണം നടത്തിയിരുന്ന കാലത്ത് മദിരാശി സംസ്ഥാനത്തിലായിരുന്ന ഈ ക്ഷേത്രം ഹിന്ദുധർമ്മ സ്ഥാപന ബോർഡിന് കൈമാറി. ക്ഷേത്രം സർക്കാരിൻ്റെ അധീനതയിലായിട്ട് ഏകദേശം 6 പതിറ്റാണ്ടിനടുത്തായി. ഇപ്പോഴുള്ള ക്ഷേത്രം ട്രസ്റ്റി പോഴത്തിൽമന PM നാരായണൻ നമ്പൂതിരിപ്പാടാണ്. ഇപ്പോഴത്തെ ക്ഷേത്ര ഊരാൺമയുള്ള നമ്പൂതിരി കുടുംബത്തിലേക്ക്. ക്ഷേത്രത്തിൻ്റെ ഭരണം ഏറ്റെടുത്തിരുന്ന വലിയ തിരുമേനി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ഇളയ തലമുറക്കാരാണ് ഇവിടെയുള്ളത്. ഇപ്പോഴുള്ള ട്രസ്റ്റി PM നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഇവിടുത്തെ അവകാശി. ശ്രീ രണ്ടുമൂർത്തി ക്ഷേത്രം പുനരുദ്ധാരണം, അഗ്രശാല സമുച്ചയ നിർമ്മാണം, പിച്ചള കൊണ്ടു തീർത്ത ചുറ്റുവിളക്ക് തുടങ്ങി ഈ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഖ്യ പങ്കുവഹിച്ചവരിൽ ഒരാളാണ് കവളപ്പാറ MK നായർ. 2 വ്യത്യസ്ത കുടുംബക്കാർക്കാണത്രേ ക്ഷേത്രകഴകം നൽകാറുള്ളത്. അവർ പാരമ്പര്യമായി ഇന്നും അത് നിലനിർത്തി വരുന്നു. കുളി കഴിഞ്ഞ് ശുഭവസ്ത്രധാരികളായി വന്നാലും ക്ഷേത്രക്കുളത്തിൽ കൈകാൽ മുഖം കഴുകി ശുദ്ധി വരുത്തിയതിനു ശേഷം ക്ഷേത്രദർശനം നടത്തുന്നതാണ് ഉത്തമം. ഇനി തൃക്കങ്ങോട് ശ്രീ രണ്ടുമൂർത്തി മഹാക്ഷേത്രത്തിലെ ഉത്സവമായ നിറമാല മഹോത്സവം. ധനുമാസത്തിലെ നിറമാല ദിവസം രാവിലെ ശിവേലിക്ക് പഞ്ചാരിമേളത്തോടെ ആനയെ എഴുന്നള്ളിക്കുക പതിവുണ്ട്. ശ്രീ രണ്ടുമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നവകം, പഞ്ചഗവ്യം, ശംഖാഭിഷേകം തുടങ്ങിയവയാണ്. ഉച്ചപൂജ, അതുകഴിഞ്ഞ് ശിവേലി തുടങ്ങിയവയും ശ്രീഭൂതബലിയും കഴിഞ്ഞാൽ നട അടയ്ക്കുകയാണ് പതിവ്.
നേർച്ച കഴിഞ്ഞ് ഗജവീരന്മാരുടെ അകമ്പടിയോട് കൂടിയ കാഴ്ചശിവേലി, പഞ്ചവാദ്യം തുടങ്ങിയവ ഉത്സവത്തിൽ പ്രാധാന്യമേറിയതാണ്. നിറമാല മഹോത്സവത്തിന് ക്ഷേത്രം അലങ്കരിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധതരം പൂക്കൾ കൊണ്ടുവരുന്നു. ഈ മനോഹരമായ പൂക്കൾ കെട്ടി മാലകളാക്കി ഉപജീവനം നടത്തുന്നവരാണ് ഇവരിൽ ഏറിയ പങ്കും. ഇവിടുത്തെ ഉത്സവമായ നിറമാല, ശിവരാത്രി, പ്രതിഷ്ഠാദിനം തുടങ്ങിയ പ്രത്യേക ദിവസങ്ങളിലാണ് വർണ്ണാഭമായ മാലകൾ കെട്ടി അലങ്കരിക്കാറുള്ളത്. ശ്രീഭൂതബലിക്ക് ഭഗവാനെ എഴുന്നള്ളിക്കുക പതിവുണ്ട്. അതിൽ ഭഗവാന് ചാർത്തുവാനുള്ള തിരുതാട അലക്ക് വെളുത്തേടത്തുകാർക്കാണത്രേ അതിൻ്റെ അവകാശം. തിരുതാടയുമായി അവർ കിഴക്കേ നടവഴി വന്ന് കഴകക്കാരെ ഏൽപ്പിക്കുകയാണ് പതിവ്. അവർ അത് സ്വീകരിച്ച് ശ്രീകോവിലിന് മുന്നിലായി സമർപ്പിക്കുന്നു. പൂർവികർ ചെയ്തുകൊണ്ടിരുന്ന ആചാരം, അതിൽ ഒരു വ്യത്യാസവും കൂടാതെ ഇപ്പോഴുള്ള തലമുറയും ഭക്ത്യാദരപൂർവം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ശുദ്ധികർമ്മങ്ങൾക്കും ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങൾക്കും ഭംഗം വരാതെ അതിനുവേണ്ട നിർദ്ദേശം നൽകി വരുന്നത് ശ്രീ CMP രാമൻ നമ്പൂതിരിപ്പാടാണ്. സംസ്കൃത പണ്ഡിതനും റിട്ടയർഡ് അധ്യാപകനുമായ ഇദ്ദേഹം മറ്റു പല ക്ഷേത്രങ്ങളിലും താന്ത്രിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. ശിവവിഷ്ണു ചൈതന്യമാണെന്നറിഞ്ഞ് ആരാധന തുടങ്ങിയ ദിവസത്തെയാണ് കുംഭമാസത്തിലെ പുണർദം നാളിൽ പ്രതിഷ്ഠാദിനമായി കൊണ്ടാടാറുള്ളത്. പ്രതിഷ്ഠാദിനത്തിൽ ഒരേ സമയം ശിവനെയും വിഷ്ണുവിനെയും ശ്രീകോവിലിനകത്തുനിന്നും പുറത്തേക്ക് എഴുന്നള്ളിക്കുക പതിവുണ്ട്. 3 ദിവസം ശുദ്ധികർമ്മങ്ങളോട് കൂടി പ്രതിഷ്ഠാദിനം വളരെ വിശേഷമായി ആഘോഷിക്കാറുണ്ട്. ഇനി ദീപാരാധന. ശിവരാത്രി ദിവസം ഭക്തർ ശയനപ്രദക്ഷിണം നടത്താറുണ്ട്. ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണത്തിന് ശതകോടി പുണ്യം എന്നാണ് പഴമൊഴി.
സന്ധ്യാസമയത്ത് ദീപാലങ്കാര പ്രഭയോടെ തൃക്കങ്കോട് ശ്രീ രണ്ടുമൂർത്തിയുടെ പ്രഭ നാടിനും ഭക്തർക്കും നന്മയുടെ പ്രഭ ചൊരിഞ്ഞ് എന്നും സമ്പൽ സമൃദ്ധമായി നിലകൊള്ളട്ടെ.